ബിഡതിയിൽ കർണാടക RTC ബസ് അപകടത്തിൽപ്പെട്ടു. കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്ക് വന്ന ബസ് റോഡരികിലെ സൂചനാ ബോർഡിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ആർക്കും സാരമായ പരുക്കില്ല. അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് ബംഗളൂരുവിൽ നിന്ന്. അരുൺ, ഈ സൈൻ ബോർഡിലേക്ക് വാഹനം ഇടിച്ചു കയറി എന്ന് പറയുമ്പോൾ അമിത വേഗത്തിലായിരുന്നോ? വിവരങ്ങൾ കൂടുതൽ ലഭിക്കുന്നുണ്ടോ? അസ്മിതം പുലർച്ചെ 3:45 ഈ അപകടമുണ്ടായത്. ബംഗളൂരുവിനും മൈസൂരുവിനും ഇടയിലുള്ള ബിഡതി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ആ കർണാടക RTC സ്ലീപ്പർ ബസ് റോഡരികിലെ സൂചനാ ബോർഡിലേക്ക് ഇടിച്ചു കയറിയത്. കോഴിക്കോട് നിന്ന് രാത്രി 10:30 പുറപ്പെട്ട ബസ്സാണ്. ബംഗളൂരുവിലേക്ക് വന്ന ബസ്സാണ് ഈ അപകടത്തിൽപ്പെട്ടത്. എന്തായാലും അപകടത്തിൽ ആർക്കും സാരമായിട്ടുള്ള പരിക്കുകളില്ല എന്നത് ആശ്വാസകരമാണ്. നമുക്കിപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്നത്. പിന്നീട് ബസ് നിയന്ത്രണം വിട്ട് ഈ സൂചനാ ബോർഡിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. പുലർച്ചെ 3:45 അപകടം. സ്വാഭാവികമായും ഈ സ്ലീപ്പർ ബസ്സാണ്. ഈ യാത്രക്കാരെല്ലാം ഉറങ്ങിക്കിടക്കുന്ന ഒരു സമയമാണ്. ഇടിയുടെ ആഘാതത്തിൽ പലർക്കും പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. കൈക്കും കാലുകൾക്കും എല്ലാം പരിക്കുകളുണ്ട്. എന്നാൽ അത് ഗുരുതരമായ സാരമുള്ള പരിക്കുകളല്ല. സമീപത്തെ ആശുപത്രികളിൽ എത്തി ഇവർ പലരും പ്രാഥമിക ചികിത്സ തേടി തിരിച്ചു പോയിട്ടുണ്ട് എന്നതാണ് ബസ്സിൽ നിന്നുള്ള യാത്രക്കാരിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ മൈസൂരു ബംഗളൂരു എക്സ്പ്രസ് ഹൈവേയിൽ ഇടയിലാണ് ഈ അപകടം ഉണ്ടായത്. അതിവേഗത്തിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയാണ്. അവിടെയാണ് ഈ നിയന്ത്രണം വിട്ട് ബസ് അപകടത്തിൽപ്പെട്ടതെന്നാൽ വലിയ അപകടത്തിലേക്ക് പോയില്ല എന്നത് ആശ്വാസകരമാണ്. ശരി, കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്ക് പോയ കർണാടക RTC ബസ്സാണ് റോഡരികിലെ സൂചനാ ബോർഡിലേക്ക് ഇടിച്ചു കയറിയത്. ആരുടെയും പരുക്ക് സാരമല്ല. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയായിരുന്നു.